വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം, എനിക്ക് കിട്ടിയ ഒരു പണി. പ്രിയ കൂട്ടുകാരെ, ഒരു പണി കിട്ടുക എന്ന് പറഞ്ഞാൽ 8ന്റെ അല്ല 16ന്റെ പണിയാണ് കിട്ടിയത്. അത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണെന്നറിയാവോ? ഒരാഴ്ച മുമ്പ് ഞാൻ എന്റെ വാട്സപ്പ് നമ്മുടെ ഫോണിന്റെ അകത്തുള്ള ഒരു അൺഇൻസ്റ്റാൾ ചെയ്തു. അത് കണ്ടമാനം ഫോട്ടോസും ഡേറ്റാസും എല്ലാം കൂടെ വന്ന് സ്റ്റോറേജ് ഫുള്ളായപ്പോഴത്തേനാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്തു, അപ്ഡേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് വന്നു. അപ്പൊ ഞാൻ ആ കോഡ് ധൃതിക്ക് അടിച്ചപ്പോഴത്തേന് ആ കോഡ് ഒരക്കം തെറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് റീസെന്റ് കൊടുത്തു. റീസെന്റ് വന്നപ്പോഴത്തേന് വീണ്ടും കോഡ് വന്നു. അന്നേരം ഞാൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അതുപോലെ തന്നെ ആ പഴയ നമ്പർ എന്റെ ഓർമ്മ വന്നുകൊണ്ട് അത് തന്നെ അടിച്ച് അന്നേരം തന്നെ അത് ബ്ലോക്ക് ആയിപ്പോയി. പിന്നെ ബ്ലോക്ക് എന്നാ കാണിക്കുന്നത്. ആകപ്പാടെ പെട്ടുപോയി. പിന്നെ ഇതിന്റെ അത് കാണിക്കുന്നത് 28 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ കാണിക്കുന്നത്. അപ്പം പിന്നെ വേറെ എന്നാ ചെയ്ത് നോക്കിയിട്ട് ആകുന്നില്ല. ആകപ്പാടെ പെട്ടുപോയി. കാരണം എന്റെ ഈ ഒരു നമ്പറിലാണ് വാട്സപ്പും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് ചാനലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഇതും കൂട്ടുകാരുടെ ആണെങ്കിലും എല്ലാ ഗ്രൂപ്പിലും കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറാണ്. ആകപ്പാടെ പെട്ടുപോയി. എന്നാ ചെയ്യാനും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അന്നേരം കാണിക്കുന്നത് 14 മണിക്കൂർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ എന്നാ ചെയ്യാൻ, ആകപ്പാടെ ഒരു പ്രയാസമായിപ്പോയി. കാരണം നമുക്ക് എല്ലാ വിവരങ്ങളും എല്ലാം നമ്മുടെ ഫോണിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ഇല്ലാതെ വരുമ്പോഴത്തേനാണ് പെട്ടെന്ന് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. നമ്മളിത് എപ്പോഴും ശരിയാവില്ലെന്ന് കണക്കൂട്ടിൽ എപ്പോഴും ഈ നമ്പർ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് സമയത്ത് കഴിഞ്ഞ് പിന്നെ കോഡ് വരുന്നില്ല. പിന്നെ കോൾ ചെയ്യാന്ന് പറഞ്ഞ വാട്സപ്പിന്റെ കോൾ ചെയ്ത് മാത്രമേ ഇത് ഇതാകത്തുള്ളെന്നും പറഞ്ഞ കാണിക്കുന്നത്. അത് കഴിഞ്ഞപ്പോ പിന്നെ കോൾ ചെയ്യാൻ കൊടുത്തു കഴിയുമ്പോഴത്തേന് പിന്നെ കാണിക്കുന്നത് 5 മണിക്കൂറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ തെരുതരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കരുത്. ഇതിപ്പോ ഇന്നാകും നാളെ ആകും എന്ന് പറഞ്ഞ് ഇപ്പം 4 ദിവസം ആയപ്പോഴത്തേനും ആയിട്ടില്ല. അപ്പോഴത്തേന് ഞാൻ വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കാണിക്കുന്നത് 3 മണിക്കൂറ്, പിന്നെ അല്ല 1 മണിക്കൂറാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ എന്റെ സിമ്മിന്റെ കുഴപ്പമായിരിക്കും ഞാൻ BSNL ചെന്ന് അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു. അപ്പൊ എന്റെ സിം 3G ആയിരുന്നു. അന്നേരം അത് ഇപ്പം പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ട് 4Gയിലേക്ക് ആകുമ്പോൾ നെറ്റ് കുറച്ച് സ്പീഡ് കിട്ടുമല്ലോ എന്ന് വെച്ച് ഞാൻ BSNL ചെന്ന് ആക്കിയതാണ്. ഇനി ആ സിമ്മിന്റെ കുഴപ്പം കൊണ്ടാണ് ഇനി അവരുടെ മെസ്സേജ് വരാത്തെന്ന് അറിയാൻ വേണ്ടി അവിടെ ചെന്ന് അവർ മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അത് വാട്സപ്പിന് തന്നെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെപ്പറ്റി ആർക്കും അറിയത്തില്ല. പിന്നെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്ന ഒരുമാതിരിപ്പെട്ട കടകൾ കംപ്ലീറ്റ് ഫോൺ സർവീസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടയിലും കയറി ഇറങ്ങി ഇതിനറിയാവുന്നവർ ചോദിച്ചപ്പോൾ ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ BSNL ഇറങ്ങിയിട്ട് നേരെ തൊട്ടടുത്ത് അനശ്വര തിയേറ്ററിന്റെ അവിടെ ഭാരത് ടൈം കലറി എന്നും പറഞ്ഞ ഭരതന്റെ ഒരു മൊബൈൽ കടയുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് പുള്ളിയോട് ഈ കംപ്ലൈന്റ് പറഞ്ഞപ്പോഴത്തേന് പുള്ളി അവിടെ ഒരു സർവീസ് ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. പുള്ളിയോട് പറഞ്ഞ് ഇത് നോക്കാൻ പറഞ്ഞ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരനോട് പറഞ്ഞ് ഇത് പലർക്കും ഇതുപോലെ വന്നിട്ടുണ്ട്, ചിലർക്ക് 1 മാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഞെട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് അനക്കാതെ വെച്ചുകൊണ്ടിരിക്കുക, ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ശരി, അതല്ലാതെ വേറെ ഇതിനൊരു പോംവഴി ഇല്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫോണിൽ നിന്ന് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വാട്സപ്പ് അപ്ഡേഷൻ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്നും ആകുന്നില്ല. ഇനി ആകപ്പാടെ പ്രശ്നമായിപ്പോയി. പിന്നെ ഇനി എന്നാ ഒരു പോകുമ്പഴി പിന്നെ വാട്സപ്പിന്റെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി നെറ്റുമായിട്ട് ഗൂഗിളിന്റെ അകത്ത് എല്ലാം സെർച്ച് ചെയ്തപ്പോഴത്തേന് അതിന്റെ അകത്ത് ഒരു മെയിൽ അയക്കാനാണ് പറയുന്നത്. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ മെയിൽ അയച്ചു, പക്ഷെ യാതൊരു മറുപടിയും വന്നില്ല. അത് അന്നേരത്തിന് കൂട്ടുകാരൊക്കെ വിളിച്ചു. അന്നേരം ഒത്തിരി വാട്സപ്പ് ഗ്രൂപ്പിന്റെ അകത്ത് എന്റെ പേര് തന്നെ അഡ്മിനായിട്ടുള്ള. അപ്പം പിന്നെ എനിക്കത് ഈ സാധനം നമ്മൾ ചെയ്യേണ്ട ഒരു മണ്ടത്തരാണ്. അപ്പം വേറെ ഒരു നമ്പറും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റത്തുള്ളൂ. തെരുതരെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, എന്നാ പറ്റി, വേറെ ഒന്നും ഇല്ലല്ലോ, അവർ എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാ ചെയ്യണം, നമുക്ക് അവസ്ഥ ആരോടാ പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ തെരുതര ഇത് നമ്പർ കോൾ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്നാ പ്രശ്നം വന്നാലും ആയിക്കോട്ടെ എന്ന് വെച്ച് തെരുതര ഇതിന്റെ നമുക്ക് കോളെന്നുള്ള കാണിക്കുന്നുണ്ട് വാട്സാപ്പ് കമ്പനിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി. അപ്പൊ അത് തെരുതര ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ കാണിക്കുമ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെയ്യും. അങ്ങനെ പിന്നീട് ഇനി എല്ലാ പോകുമ്പോഴേന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഈ ഫേസ്ബുക്കിന്റെ അകത്ത് ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തൊക്കെ ഈ ആപ്പിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വാട്സപ്പിനെ പറ്റിയും ഫേസ്ബുക്കിനെ പറ്റിയൊക്കെ അതിന് അവരുമായിട്ട് ബന്ധപ്പെടാൻ നോക്കി. അങ്ങനെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് എന്നും പറഞ്ഞ് ഒരു ഇതുണ്ട്, നമ്മുടെ ഇൻഫ്ലുവൻസർ ഉണ്ട്. പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് അനക്കാതെ ഇങ്ങോട്ട് വെച്ചോണ്ടിരിക്കുക, അങ്ങനെ ചിലപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് ദിവസം ഇതൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് തന്നെ ആയിക്കോളെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. പിന്നെ അനക്കാതെ അങ്ങനെ വെച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സമാധാനം കയറ്. അന്നേരം അതിന് വീണ്ടും ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കി 5 ദിവസങ്ങൾക്ക് ശേഷം എന്റെ വാട്സപ്പ് ഇന്ന് രാവിലെ ഓപ്പണായി. അന്നേരം പിന്നെ ബാക്കപ്പും റീസ്റ്റോറും എല്ലാം കൊടുത്ത് എല്ലാം റെഡിയായി. അപ്പോഴത്തേന് ഞാൻ പറയാൻ വന്നത് ഇതുപോലെയുള്ള വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു എന്തെങ്കിലും വന്നു കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3-4 ദിവസത്തേന് ഈ സാധനം അനക്കാതെ വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു പോംവഴിയില്ല. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ആർക്കും ഇതിനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഇത് അമേരിക്കയിലാണ് വാട്സപ്പിന്റെ കസ്റ്റമർ കെയർ വിളിക്കുന്നത്. അപ്പൊ അവരെ വിളിച്ചാൽ പോലും നമുക്കിത് കോൺടാക്ട് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പറയാൻ വന്നത് അപ്പം വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും നമ്മൾ പ്രത്യേകം അവർ തരുന്ന
കോഡ് കറക്റ്റ് ആയിട്ട് മാത്രമേ അത് അപ്ലോഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ മാത്രമേ ആപ്പ് വർക്ക് ചെയ്യത്തുള്ളൂ. അത് എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ നിങ്ങളോട്, എനിക്ക് ഉണ്ടായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. അപ്പൊ ഇനി ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ.